ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ജില്ലയിലെ 567 ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾ ഭൂ ഉടമകളാകും. ഈ മാസം 22-ന് നിലമ്പൂരിൽ നടക്കുന്ന പട്ടയമേളയിൽ ഇവർക്ക് പട്ടയം ലഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. പരിപാടി വിജയകരമാക്കുന്നതിന് മുന്നോടിയായി PV അൻവർ MLA അധ്യക്ഷതയിൽ നിലമ്പൂർ TBയിൽ സംയുക്ത യോഗം ചേർന്നു. ഒറ്റയടിക്ക് ഇത്രയധികം ഭൂമി നൽകുന്ന ഒരുപക്ഷെ ആദ്യത്തെ സംഭവമായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഭൂവിതരണം 22-ാം തീയതി രാവിലെ 11:30 മണിക്ക് ഓൺലൈൻ വഴി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആ ചടങ്ങിൽ അധ്യക്ഷമായി. സ്വാഭാവികമായും അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു യോഗം ചേർന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമി നൽകുന്ന ആദിവാസി കുടുംബങ്ങളോടൊപ്പം നല്ലൊരു ജനപങ്കാളിത്തം അതിലുണ്ടാകുക എന്നത് ഈ ഒരു സദസ്സിന്റെ മാറ്റി വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനുള്ള ഒരു കൂടിയാലോചനയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ സ്ഥലം നമ്മൾ ചുങ്കത്തറയിൽ നടത്തണോ, സൈറ്റിൽ നടത്തണോ, നിലമ്പൂരിൽ നടത്തണോ എന്നൊക്കെ ആലോചന നടന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം തീരുമാനത്തിലെത്തിയിരിക്കുന്നത് OCK ഓഡിറ്റോറിയത്തിൽ നടത്താം എന്നതാണ്. അതിന് OCK ഓഡിറ്റോറിയത്തിന്റെ പ്രമേയമായി സംസാരിച്ച് തിങ്കളാഴ്ച അതിന് അദ്ദേഹം സൗകര്യം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി K രാധാകൃഷ്ണൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നും ആദിവാസി കുടുംബങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ പതിച്ചു നൽകിയ പ്ലോട്ടുകളുടെ പട്ടയമാണ് വിതരണം ചെയ്യുക. വിവിധ വകുപ്പ് പ്രതിനിധികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടന, കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ വില്ലേജിലെ തൃക്കായ്ക്കുത്ത്, കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പോയിൽ, അകമ്പാടം വില്ലേജിലെ അത്തിക്കൽ എന്നിവിടങ്ങളിൽ ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത്. ആകെ 567 പ്ലോട്ടുകളാണ് നറുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. തൃക്കൈക്കുത്ത് 10 സെന്റ് വീതമുള്ള 131 പ്ലോട്ടുകളും, അത്തിക്കലിൽ 20 സെന്റ് വീതമുള്ള 60 പ്ലോട്ടുകളും, നെല്ലിപ്പോയിൽ 40 സെന്റ് വീതമുള്ള 373 പ്ലോട്ടുകളുമാണ് അർഹരായവർക്ക് നൽകുന്നത്. ബാക്കി വരുന്ന ഭൂമിക്കായി വീണ്ടും അപേക്ഷ ക്ഷണിക്കുമെന്നും അധികൃതർ പറഞ്ഞു. PV അൻവർ MLA പുറമെ നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു, ബുരേഗ വിഭാഗം തഹസിൽദാർ A ജയശ്രീ, ജില്ലാ സംയോജിത പട്ടികവർഗ വികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ KS ശ്രീരേഖ തുടങ്ങിയവരും പങ്കെടുത്തു. 250 ദിവസത്തിലേറെയായി ഭൂരഹിത ആദിവാസികൾക്ക് ഒരേക്കർ ഭൂമി വീതം നൽകണമെന്നാവശ്യപ്പെട്ട് ആദിവാസി ഭൂസമര കൂട്ടായ്മ നിലമ്പൂർ ITDP ഓഫീസിന് മുന്നിൽ സമരം നടത്തിവരുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിൽ വെച്ച് 567 ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്ന പരിപാടി വലിയ സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് PV അൻവർ MLA-യും LDF-ഉം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.